ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി രാജീവ്. പ്ലാന്റിലെ നിലവിലെ സാഹചര്യം മന്ത്രി നേരിട്ട് വിലയിരുത്തി. തുടർന്ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗവും ചേർന്നു. തീപിടുത്തമുണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പഠിച്ച ശേഷം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച കാര്യങ്ങളുടെ പുരോഗതി വിലയിരുത്താനാണ് ബ്രഹ്മപുരത്ത് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. ബയോമൈനിംഗ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കി. ജൂൺ മാസത്തോടെ 30% അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനങ്ങൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നതിനുള്ള റോഡ് സൗകര്യം 85% പൂർത്തിയാക്കി. ഉൾവശത്തേക്കുള്ള റോഡുകളും 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കും. നിലവിലുള്ള റോഡുകളിൽ ഫയർ എഞ്ചിൻ എത്തുന്നതിന് പര്യാപ്തമാണോ എന്ന് അടുത്ത ദിവസം പരിശോധിക്കും. നിലവിൽ 21 നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള 85% വരുന്ന ആ കണക്ടിവിറ്റി അത് ഫയർ എഞ്ചിനൊക്കെ കൃത്യമായിട്ട് ഓടുന്നതിന് പറ്റുന്നതാണോ എന്നത് നാളെ തന്നെ അവരുടെ ഫയർ ഓഫീസറുണ്ടായിരുന്നു, റീജിയണൽ ഫയർ ഓഫീസറും. അപ്പോൾ അവർ നാളെ തന്നെ ഫയർ എഞ്ചിൻ ഓടിച്ച് ഇപ്പോൾ ഉള്ള റോഡുകളെല്ലാം ഫയർ എഞ്ചിൻ ഏത് സമയത്ത് എത്തിച്ചേരാൻ പറ്റുന്ന രൂപത്തിലാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് കണ്ടിട്ടുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള 50 ടൺ ശേഷിയുള്ള 2 BSF പ്ലാന്റുകൾ മാർച്ചിൽ പ്രവർത്തനം ആരംഭിക്കും. 100 ടൺ മാലിന്യം ഇതുവഴി സംസ്കരിക്കാൻ കഴിയും. കോർപ്പറേഷന്റെ വിൻഡ്രോ പ്ലാന്റ് അറ്റകുറ്റപ്പണിയും ഉടൻ ആരംഭിക്കും. ഇവിടെയും 50 ടൺ മാലിന്യം സംസ്കരിക്കാൻ കഴിയും. BPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് 1 വർഷത്തിനകം പൂർത്തീകരിക്കും. ബ്രഹ്മപുരം പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കോർ കമ്മിറ്റി അവലോകനം ചെയ്യും. 2 ആഴ്ചയ്ക്ക് ശേഷം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.